വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഹമാസിനെ ഇന്ത്യയിൽ നിരോധിക്കുമെന്ന് കേൾക്കുന്നു, സത്യമാണോ വിജയേട്ടാ? സത്യമാകാനുള്ള സാധ്യതകൾ 100%. ഇത് ഇപ്പൊ ഈ വാർത്ത ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുന്നതിന് കാരണം കഴിഞ്ഞ ദിവസം ഈ IDF-ന്റെ അന്താരാഷ്ട്ര ലഫ്റ്റനന്റ് ജനറൽ കേണൽ നദവ് ഗോഷാനി ജെറുസലേമിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനുള്ള ഇന്ത്യ പ്രതികാരം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അത് കുറെ കാര്യങ്ങളുണ്ട്. പ്രതികാരം ചെയ്യാനുള്ളതാ? അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മളുടെ രാജ്യത്ത് ലഷ്കർ എ തോയ്ബയെ നമ്മൾ ഭീകരവാദ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഭീകരവാദ സംഘടന ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നിരോധിച്ച സംഘടന. ഈ ലഷ്കർ എ തോയ്ബ ഇസ്രയേലും നിരോധിച്ചിരുന്നു, ഇസ്രയേലും ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ലഷ്കർ എ തോയ്ബ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെയോ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമോ ഭീകരപ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന അല്ല, ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു സംഘടനയാണ്. കഴിഞ്ഞ 2022 മുതൽ ഈ ഹമാസിന്റെ ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ചാനലിൽ പലവട്ടം വാർത്ത ചെയ്തിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് അടക്കം ഇവരുടെ നേതാക്കന്മാർ പാക് അധിനിവേശ കാശ്മീരിൽ വരുന്നത്, ഇന്ത്യയെ പിടിച്ചെടുക്കുമെന്ന് പ്രസ്താവിക്കുന്നതൊക്കെ. കഴിഞ്ഞ ഈ പഹൽഗാം ഭീകരാക്രമണമായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നടന്ന ആക്രമണമായാലും ഒക്കെ ഒരു ഹമാസ് ടച്ച് ഉണ്ട്. ഹമാസിന്റെ നേതാക്കൾ പാകിസ്ഥാനിൽ നിരന്തരം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹമാസിന്റെ നേതാക്കൾ പരസ്യമായി കാശ്മീർ പിടിച്ചെടുക്കും, ദില്ലിയിൽ ചോരപ്പുഴ ഒഴുക്കും എന്ന് പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഹമാസിന്റെ അനവധി സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഇസ്രയേൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ട് നിങ്ങൾ അതിനെ കാണരുത്. നിങ്ങൾ നിരോധിച്ച ലഷ്കർ എ തോയ്ബയുമായിട്ടും ഈ ലോകത്തെ വിവിധ ഭീകര സംഘടനകളുമായിട്ടും ഒരു ലിങ്ക് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് മനുഷ്യക്കടത്തുകാരുടെ രൂപത്തിലാകാം, ചിലയിടങ്ങളിൽ അത് മയക്കുമരുന്ന് കടത്തുകാരുടെ രൂപത്തിലാകാം, ചിലയിടത്ത് അത് മനുഷ്യാവകാശ സംഘടനകളുടെ രൂപത്തിലാകാം. അങ്ങനെ പല രൂപത്തിൽ ലോകത്ത് എമ്പാടും ഇവര് ഉണ്ട്. 1987 ഈ ഹമാസ് രൂപപ്പെടുന്നത്, ഈ സംഘടന രൂപീകൃതമാകുന്നത്. 87 ശേഷം ഇതിനെ ഒരു ഭീകര സംഘടനയായിട്ട് UK-യും US-ഉം കാനഡയും അടക്കം ഒരുപാട് രാജ്യങ്ങൾ ഇവരെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിന് കാരണം നമുക്കിവിടെ ഒരു രാജ്യം ഒരു സംഘടനയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അത് നമ്മുടെ രാജ്യവുമായി ഉള്ള ഒരു ബന്ധം അതിനെ കണ്ടെത്താൻ കഴിയണം. അത്തരത്തിലൊരു ബന്ധം അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ബന്ധം ഉള്ളത് കൊണ്ടാണ് ഓപ്പറേഷൻ പഹൽഗാം സമയത്ത് നടന്നതിന് പിന്നാലെ ഇസ്രായേലിൽ നിന്ന് അവിടുത്തെ ഒരു 50ഓളം ഉദ്യോഗസ്ഥ സംഘം നമ്മുടെ ഇന്ത്യയിൽ എത്തിയിരുന്നു. അവർ കാശ്മീരിലെ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. മുമ്പ് നടന്ന സ്ഥലവും മറ്റുമൊക്കെ അവർ സന്ദർശിച്ചിരുന്നു. അതായത് ഈ ലിങ്ക് പരിശോധിക്കാനായിരുന്നു. ഹമാസ് മോഡലിലാണ്. ഈ ലോകത്തെ എമ്പാടുമുള്ള ഈ ഭീകര സംഘടനകൾക്കൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പൊ ലഷ്കർ എ തോയ്ബ നടത്തുന്ന ഒരു കൊലപാതക ശ്രമമോ ഇല്ല ഭീകര ആക്രമണ ശ്രമമോ പോലെ ആയിരിക്കില്ല മറ്റൊരു സംഘടന നടത്തുന്ന ISIS നടത്തുന്ന മറ്റൊരു മോഡലാണ്. അപ്പൊ അത്തരത്തിലുള്ള എലിമെന്റ്സ് ഉണ്ടോ, അത്തരത്തിൽ അവരുപയോഗിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരുന്നോ, അവരുപയോഗിക്കുന്ന തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിരുന്നോ എന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പം അത്തരത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതിൽ ഇസ്രയേലിന്റെ ആ ഉദ്യോഗസ്ഥർ പറയുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നീക്കം ഉടൻ ഉണ്ടാകുമെന്നാണ്. കാരണം ഈ ഹമാസിന്റെ വേരുകൾ നമ്മുടെ രാജ്യത്ത് വളരെ എളുപ്പത്തിൽ വ്യാപിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് ഈ ഹമാസിന്റെ പല ലീഡർമാരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് കേരളത്തിലുടനീളം പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളതും അത് വിവാദമായിട്ടുള്ളതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഹമാസിന്റെ ഒരു നേതാവ് ഓൺലൈനിൽ കൂടെ ഈ ജമാഅത്ത് ഇസ്ലാമി നടത്തിയ ഒരു പരിപാടിയിൽ കോഴിക്കോട്ട് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഹമാസ് നമ്മളുമായി ബന്ധമില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഹമാസിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരുപാട് ലിങ്കുകൾ ഈ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ആ സംഘടനയെ ഇന്ത്യ കൂടി അതിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ഹമാസിന് അതൊരു വലിയ പ്രത്യാഘാതമായിരിക്കും. കാരണം ഇതിന്റെ ഫണ്ട് റേസിംഗ് ഉണ്ട്. ഫണ്ട് റേസിംഗ് ആണ് ഈ ആളുകൾ കരുതും ഈ ഭീകര സംഘടനകളെ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോഴത്തേനും ഇസ്രായേൽ അല്ലേ കുറെ തോക്കെടുത്ത് കുറെ വെടിവെച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ വെടിവെക്കുന്നതിലല്ല അതിന്റെ കാര്യം ഇരിക്കുന്നത്. കാരണം ഇവര് വലിയ രീതിയിലുള്ള ഫണ്ട് കളക്ഷൻ ഉണ്ട്. അപ്പൊ ഫണ്ട് നിർത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു മെയിൻ സാധനം. ഇപ്പം റഷ്യയുടെ ഇപ്പൊ റഷ്യ എന്താണ് അമേരിക്ക ചെയ്തത്? അവരുടെ പ്രധാനപ്പെട്ട 2 എണ്ണ കച്ചവടക്കാർക്ക് ഉപരോധം കൊടുത്തില്ലേ? ആ കച്ചവടം ചെയ്യരുത്, സാമ്പത്തികം തകരണം എന്ന് കരുതിയിട്ട് തന്നെയാണ്. ഇപ്പൊ നമുക്ക് എന്തിനാണ് താരിഫ് ഉയർത്തിയത്? നമ്മുടെ കച്ചവടം മുടിഞ്ഞു പോകണം, നമ്മൾ തകരണം, അതാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഭീകര സംഘടനകളുടെ ഈ സാമ്പത്തിക വഴി അടയ്ക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. നമുക്കറിയാം ഇവിടെ നിന്ന് ഈ കാലാകാലങ്ങളിൽ സേവ് ഗസ എന്നൊക്കെ പറഞ്ഞ് ഈ ഫണ്ട് പോകുന്ന മുഴുവൻ ഹമാസിനാണ്. കാരണം അവിടുത്തെ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഫണ്ട് പോകുന്ന ഇവരുടെ NGOകൾക്കാണ്, ഹമാസിന്റെ NGOകൾക്കാണ് അത് പോകുന്നത് മുഴുവൻ. അപ്പൊ ഇതൊരു നിരോധനം വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇത്തരം ഫണ്ടുകൾ ഈ സംഘടനയിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഈ ഹമാസിന് ഇങ്ങോട്ടേക്ക് കടന്നു കയറുക എന്നുള്ള ദുഷ്കരമാണ്. കണ്ടാൽ തന്നെ വെടിവെക്കും എന്നുള്ള നിലയിലാണല്ലോ ഭീകര സംഘടന എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകളെയും അത് ഗുരുതരമായി തന്നെ ബാധിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യമുണ്ട്. ഇസ്രായേൽ പറഞ്ഞ ഞങ്ങളിപ്പോൾ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടാൻ പോവുകയാണ്, ഒന്നിച്ച് തന്നെ നേരിടാൻ. അതായത് ഇത്തരം കാര്യങ്ങളെ ഒന്നിച്ച് നേരിടാൻ ഒരു ധാരണാപത്രം ഉടൻ ശരിയാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ഞങ്ങളുടെ ഒരു ഉറച്ച പങ്കാളിയെ ഞങ്ങൾ ഇന്ത്യയെ കാണുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത വർഷം 2026 ജനുവരിയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ശ്രീ ബെഞ്ചമിൻ നെതന്യാഹു ഇല്ലെങ്കിൽ അവിടെ ഒഫീഷ്യൽസോ മറ്റുള്ളവരോ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു 60,000 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു വമ്പൻ കരാറ് അവരുമായി ഏതാണ്ട് ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതിന് 1ാം ഘട്ടം കഴിഞ്ഞു. ഇപ്പൊ അത് ഒപ്പിടുന്നതിന്റെ ഭാഗമായി വരും. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ ഇന്ത്യയുമായി ചേർന്നൊരു സംയുക്ത, ഇപ്പൊ നമ്മളെ റഷ്യ നമ്മളോടൊപ്പം നിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളോടൊപ്പം നിന്നിട്ടുള്ള ഒരു സൈനിക സഖ്യത്തിന് ഇസ്രായേലുമായിട്ട്, പ്രത്യേകിച്ച് ഭീകരരെ ഒതുക്കുന്നതിന് ഒരു സൈനിക സഖ്യം ഇസ്രായേലുമായിട്ട് നമ്മൾ ഒപ്പുവെക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ഹമാസിനെ ഇവിടെ നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റേ ഈ കയ്യിൽ തുണിയും മറ്റേ കഴുത്തി കെട്ടി കൊച്ചിയിൽ അവിടെ എവിടെയൊക്കെ നിന്നുകൊണ്ട് ഈ കരച്ചിലും പിഴിച്ചിലും പേര് വായിക്കുന്ന ഒരു കലാപരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിൽക്കുമോ ഇവിടെ? എനിക്ക് അതാണ് അറിയേണ്ടത്. അല്ല, അതിന് നിയമപരമായിട്ട് അത് നിൽക്കാൻ സാധ്യതയില്ല. കാരണം അവർ പലസ്തീൻ ഐക്യദാർഢ്യമാണല്ലോ, പാലസ്തീനു വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വതന്ത്ര പാലസ്തീൻ. കഴിഞ്ഞ ദിവസം വിജയേട്ടാ ഈ സുഡാനിൽ ഒരു നഴ്സറി ആക്രമിച്ചിട്ട് 25 നഴ്സറി കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ആരും ഇവിടെ ചർച്ച ചെയ്തോ പേര് വായിച്ചോ ഒന്നും കണ്ടില്ല. നമ്മൾ ആ വാർത്ത കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പിന്നെ അത് ചർച്ച ചെയ്തില്ല. പിന്നെ ഈ സഞ്ചാർ സാത്തി ആപ്പ് ഉണ്ടല്ലോ, ഈ സഞ്ചാർ സാത്തി ആപ്പ് നമ്മളെല്ലാം ചോർത്തിക്കൊണ്ട് പോകുന്നെന്നാണല്ലോ പറയുന്നത്, ഈ കമ്മികളും സുഡാപ്പികളും ഒക്കെ. അപ്പൊ ഇന്നലെയും ഇന്നും നമ്മൾ 2 വാർത്ത കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഇന്ത്യ മലയാളം. ഒന്ന്, ട്വിറ്ററിലെ ചാറ്റ് ബോട്ടായിട്ടുള്ള ഗ്രോക്ക് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. രണ്ടാമത്തെ ഇന്നത്തെ കൊടുത്ത വാർത്ത ഭയങ്കര രസകരമായിട്ടുള്ള വാർത്തയാണ്. ഗൂഗിളിന്റെ ക്യാമറ ഇതുണ്ട്, ഗ്ലാസ് ഉണ്ട്, ഗൂഗിളിന്റെ ഗ്ലാസ്. ആ ഗൂഗിളിന്റെ ഗ്ലാസ് വച്ചിട്ട് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ ഗ്ലാസ് വച്ചയാൾക്ക് ഈ ആക്ച്വലി നമ്മൾ ഈ മറ്റേ മോഹൻലാലിന്റെ ഒരു സിനിമയെ പറയല്ലേ, ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫുള്ള് ന്യൂഡായിട്ട് കാണാൻ പറ്റുമെന്ന്. അത് പറയുന്നത് പോലെ ഈ ഗ്ലാസ് വെച്ച ആൾക്കാർ, ഇപ്പോൾ താങ്കൾ എതിരെ നടന്നു വരികയാണെങ്കിൽ താങ്കളുടെ മുഖം അത് സ്കാൻ ചെയ്ത് ജനനത്തീയതി, ബ്ലഡിന്റെ ഇത് മറ്റേ ഗ്രൂപ്പ്, താങ്കളുടെ ബിരുദം, പിന്നെ താങ്കളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം അത് കൃത്യമായിട്ട് പുറത്തെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഒരുപാട് കമ്മികൾ സുഡാപ്പികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല, അവർക്ക് സഞ്ചാർ സാധ്യതയാണ് പ്രശ്നം. അതുപോലെ തന്നെ അവർക്ക് സുഡാന് പ്രശ്നമില്ല, ഈ ഹമാസിന്റെ മറ്റേ ഈ ഫലസ്തീന്റെ ഇതാണ് പ്രശ്നം. അതെന്താ ഇങ്ങനെയൊന്നും എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവുന്നില്ല. അതായത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനമായാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും ഒക്കെ വൺ സൈഡ് ആണ്. മതേതരത്വം പോലും വൺ സൈഡ് ആണെന്ന് പണ്ടോട്ടേ പറയുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ എല്ലാം വൺ സൈഡ് മാത്രമേ ഇവിടെ നടക്കൂ. ഏതായാലും കൈലിത്തുണിക്ക് നിരോധനം വരാൻ സാധ്യതയില്ല. കാരണം അത് ഹമാസിന്റെ പതാകയല്ല. കൈലിത്തുണി തന്നെയാണ്, മറ്റേ കള്ളിക്കൈലിയുടെ തുണിയാണ് ഇടുന്നത്. അത് ഇനിയും തുടർന്ന് വിടാൻ പറ്റും, കാരണം അതൊരു ട്രഡീഷണൽ സാധനമായതുകൊണ്ട്. പക്ഷെ അവർക്ക് പലസ്തീനെ കുറിച്ച് പറയാൻ കഴിയും, പക്ഷെ ഹമാസിനെ കുറിച്ച് പറയാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹമാസിന്റെ പ്രവർത്തനങ്ങളോ അവർക്ക് വേണ്ടി ഫണ്ടോ നൽകാൻ കഴിയില്ലെന്നേ ഉള്ളൂ. ഉടനെ തന്നെ നിരോധനത്തിന്റെ പ്രഖ്യാപനം ഉടൻ തന്നെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് സെലക്റ്റീവ് ആണ്. കുട്ടികളും ഗർഭിണികളും ഹമാസിന്റെ അവിടെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗസയിൽ മരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. സുഡാനിൽ മരിക്കുമ്പോൾ പ്രശ്നമില്ല. 26 സ്ത്രീകളെ വിധവകളാക്കിക്കൊണ്ട് നടത്തിയ നിഷ്ഠൂര കൊലപാതകം പഹൽഗാമിൽ അവർക്ക് അതിന് കുഴപ്പമില്ല. അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ കയറി മേഞ്ഞ അവിടുത്തെ കുട്ടികളെയും ഗർഭിണികളെയും കൊലപ്പെടുത്തി, സ്ത്രീകളെയും കൊലപ്പെടുത്തിയപ്പോൾ അതിനവർക്ക് പ്രശ്നമില്ല. ഇതാണ് സെലക്റ്റീവ് ആയിട്ടുള്ള അന്താരാഷ്ട്ര അവലോകനവും സെലക്റ്റീവ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തനവും സെലക്റ്റീവ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം. അതില്ലാതെ പോകുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലുമൊക്കെ BJP ഇപ്പോഴും തുടർച്ചയായിട്ട് ഇവിടെ ഭരിക്കുന്നത്. അവരും എന്തെങ്കിലുമൊക്കെ സെലക്റ്റീവായിട്ട് പോയാൽ അത് തീരും. സബ്കാ സാത്ത് സബ്കാ വികാസം എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറയേണ്ട മുദ്രാവാക്യം, അല്ലാതെ മതേതരത്വം എന്നല്ല. മതേതരത്വം എന്ന് പറഞ്ഞു നിന്നിട്ട് ഒരു ഹിന്ദുവിനെയും ഒരു മുസ്ലിമാനെയും ഒരു ക്രിസ്ത്യാനിയെയും കൂട്ടുപിടിച്ചിരുത്തി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതല്ല ജനത്തിന് വേണ്ട. എല്ലാവരുടെ ഒപ്പം നമ്മുടെ രാജ്യം വളരണമെന്നുള്ളതാണ് യഥാർത്ഥ മുദ്രാവാക്യം. എനിക്ക് പറയാനുള്ളത്, ഈ ഇതെടുത്ത് കളഞ്ഞിട്ട് ഈ മതേതരത്വം എന്നുള്ള വാക്ക് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ എടുത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട മുദ്രാവാക്യം സബ്കാ സാത്ത് സബ്കാ വികാസം എന്നാണ്. അതാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് വെക്കേണ്ട മുദ്രാവാക്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.